കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കായംകുളം ബ്ലോക്കിൽ മരിച്ച യൂണിറ്റ് അംഗങ്ങളുടെ കുടുംബത്തിന് സഹായം നൽകി. സംസ്ഥാന കമ്മിറ്റി നടപ്പാക്കിയ പരസ്പര സഹായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സഹായം നൽകിയത്. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കായംകുളം ബ്ലോക്കിൽ മരണമടഞ്ഞ ഹരീന്ദ്രൻ, വിജയൻ എന്നീ യൂണിറ്റ് അംഗങ്ങളുടെ കുടുംബത്തിന് സംസ്ഥാന കമ്മിറ്റി നടപ്പാക്കിയ പരസ്പര സഹായ പദ്ധതിയുടെ 2 ലക്ഷം രൂപ വീതം കൈമാറി. ചെക്ക് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ദേവരാജൻ ഹരീന്ദ്രന്റെ കുടുംബത്തിന് നൽകിക്കൊണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ശരീരത്തിനും അവരുടെ നല്ല രീതിയിലുള്ള വർക്കുകൾ അവർക്ക് പ്രാക്ടീസ് കൊടുക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ രീതിയിൽ എന്ന വണ്ണം നമ്മൾ മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ നമുക്കറിയാം, ഇന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് യൂണിറ്റ്. നമ്മളെ വൈറ്റ് കാറ്റഗറിയിലാക്കണമെന്ന് പറഞ്ഞ് നമ്മൾ പലമാതിരി സമരങ്ങൾ ചെയ്ത് അതൊന്നും നടക്കാതെ വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് തന്നെ നിവേദനം ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് അത് കൊടുത്തിട്ടുള്ളത്. ബഹുമാനനെ ശശി സ്റ്റീലാൻഡും ഞാനും കൂടാണ് അവിടെ പോയി മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനം കൊടുക്കുകയും അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നടക്കുകയും ഇപ്പോൾ 5ഓളം സ്ഥലങ്ങളിൽ അവർ ചെക്കിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 4 കഴിഞ്ഞ് ഇനി ഒരു ഭാഗം കൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങൾ റെഡിയായി കിട്ടുമെന്നാണ് അനുമാനിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മളെല്ലാം വളരെ ശക്തമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ നേതൃത്വ നിര തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി. അപ്പോൾ വേണ്ട സപ്പോർട്ടുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അതുപോലെ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വൻ വിജയമാക്കി തീർക്കണം. ഇത്രയാണ് എനിക്ക് ഈ അവസരം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ ഈ ഹരീന്ദ്രന്റെ കുടുംബത്തെ ക്ഷണിക്കുകയാണ്. വിജയന്റെ കുടുംബത്തിനുള്ള ചെക്ക് ആലപ്പുഴ ജില്ലയുടെ ഇൻചാർജും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ജോൺ വർഗീസ് നൽകി. കഴിഞ്ഞ ദിവസത്തെ കമ്മിറ്റി നടന്നത് വയനാട് വെച്ചായിരുന്നു സംസ്ഥാന കമ്മിറ്റി. അതിൽ ഞങ്ങളെല്ലാവരും പോയി നല്ലതായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനമെടുത്തെങ്കിലും ഞങ്ങൾ തിരിച്ച് ഇവിടെ ഇറങ്ങി വന്നതിന് ശേഷം ഞങ്ങൾക്ക് ദുഃഖമാണ് സംഭവിച്ചത്. എന്ന് വെച്ചാൽ അവിടെ സംഘടനയുടെ ഭാരവാഹികളുടെ കുടുംബത്തിൽപ്പെട്ട 18 പേര് മരിച്ചിട്ടുണ്ട്. ആ മരിച്ച ആളുകളുടെ ഭവനം 2-3 പേരെ മാത്രമേ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ആ മലവെള്ളപ്പാച്ചിൽ അതിശക്തമായിരുന്നു. നമുക്ക് എന്ത് ചെയ്യാം? ഞങ്ങളുടെ സംഘടനയായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ നമുക്കവരെ സഹായിക്കാനായിട്ട് പറ്റില്ല. എന്നിരുന്നാലും ഞങ്ങളുടെ സംസ്ഥാന ശശി സ്റ്റീലാൻഡ്, ലോർഡ് ഹരികുമാർ, രതീഷ് ബാബു, രഘു തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.